ഹലോ, മനസ്സൂദായി ആണോ? പറഞ്ഞോളൂ. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്താ ഡൗട്ട്? ഇന്നലെ മാസപ്പിറവി ഹിലാലുമായി ബന്ധപ്പെട്ട് മിഞ്ഞാന്ന് ഇന്നലെ കണ്ടപ്പോ 2 എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കാണുന്നത് മാസം. പക്ഷെ മാസം കണ്ടു കഴിഞ്ഞാല് അല്ലേ നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നിങ്ങൾ മിഞ്ഞാന്ന് നോമ്പെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ദലീലെന്താണ് അറിയാൻ വേണ്ടി ചോദിച്ചു. കണ്ടു മാത്രമാണോ നോമ്പെടുക്കാനുള്ളത്, അതോ അറിഞ്ഞു എന്നതുണ്ടോ? അല്ല, കാണണം എന്നാണല്ലോ. കാണണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പറയട്ടെ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് മുസ്തഫ എന്നാണ്. മുസ്തഫ. ഹുസൈൻ നമുക്ക് മാറ്റാം, മുസ്തഫ എന്നാക്കാം അല്ലേ? അതെ, ആയിക്കോട്ടെ. അപ്പോ കണ്ടു എന്ന് മാത്രമാണോ ആ ഹദീസ് നമ്മൾ അടിസ്ഥാനമാക്കുന്നത്, അതോ അറിഞ്ഞു എന്നുണ്ടോ? അല്ല, കാണണം എന്നാണുള്ളത്. ശരി, ആയിക്കോട്ടെ. ഞാൻ കാണണം എന്നാണ് ഹദീസ്. അതെ അതെ. അത് കണ്ടു എന്ന് മാത്രമാണോ, അതോ അറിഞ്ഞു എന്ന് നമുക്ക് ആ ഹദീസ് അടിസ്ഥാനമാക്കി എടുക്കാൻ പറ്റുമോ? അതെ, അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ നമ്മൾ നിശ്ചയിച്ച കാലിമാരുണ്ടല്ലോ, അത്രയും കാലിമാരൊന്നും പോണ്ട. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയും. പറയൂ. കണ്ടു എന്ന് മാത്രമാണോ, അതോ അറിഞ്ഞു എന്നും ആ ഹദീസ് അടിസ്ഥാനമാക്കി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. അല്ല, കണ്ടു കഴിഞ്ഞാലല്ലേ പിന്നെ അറിയാം. മന്തിക്കോതിയതല്ലേ? അതെ, ഞാനും മന്തിക്കും ഞാൻ രണ്ടു ഓതാത്ത ആളാ. ഞാനിത് രണ്ടു ഓതാത്താണ്. ഇത് നാളെ യൂട്യൂബിൽ ഞാൻ ചെയ്യും. കണ്ടു എന്നതിന് അറിഞ്ഞു എന്നുകൂടി അടിസ്ഥാനമാക്കാൻ പറ്റുമോ ഇല്ലയോ? സൂമു ലിറുയത്തിക്കും വഫ്തിറു ലിറുയത്തിക്കും എന്നാണല്ലോ ഉള്ളത്. അതെ അതെ. അപ്പോ സൂമു ലിറു, നിങ്ങൾ മാസത്തെ കണ്ടു കഴിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ആദ്യം കാണണമല്ലോ, പിന്നെ അതുമായി ബന്ധപ്പെട്ട് ആദ്യം കാണല്ലോ. ആ കണ്ടതിന് ശേഷമല്ലേ പിന്നെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ. നിങ്ങൾ കണ്ടിട്ട് എത്ര നോമ്പെടുത്തുക്കണോ? ഞാൻ കണ്ടിട്ട് തന്നെയാണ് ഇതുവരെ, എന്റെ ജീവിതം ഇതുവരെ ഞാൻ നോമ്പ് കണ്ടിട്ട് തന്നെയാണ് നോമ്പ് കണ്ടിരുന്നത്. നിരക്കല് അല്ലെങ്കിൽ കാപ്പാട്, അതല്ലെങ്കിൽ കണ്ടു എന്നതിന്റെ മേൽ അതല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ട് മാത്രമാണ് എടുത്തത് എന്നാണ് പറഞ്ഞത്. അതെ അതെ അതെ. നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ നോമ്പനുഷ്ഠിച്ചത് മുഴുവൻ എവിടെ നിന്നാണ് നിങ്ങൾ കണ്ടത്? കണ്ടിട്ട് തന്നെ, നേരിട്ട് കണ്ടിട്ട് തന്നെയാണ് അതൊന്നും നടക്കൂല. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടാണ് ഇതുവരെയും നോമ്പെടുത്തത് എന്നാണ്. കണ്ടിട്ട് തന്നെയാണ് നോമ്പെടുത്തത്. എവിടെയാണ് നിങ്ങൾ കണ്ടത്? നിങ്ങളുടെ ആദ്യത്തെ നോമ്പ് മുതൽ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കാണാറുള്ളത്? കാണാറെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അത്രയും ഉറപ്പുണ്ട് എന്നൊരു എന്താണ് സാക്ഷികൾ കണ്ട് കാലിമാർ ഉറപ്പാക്കിയതിന് ശേഷം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടിട്ടാണെന്നോ ഞാൻ നോമ്പനുഷ്ഠിച്ചത്? ഞാൻ അറിഞ്ഞു എന്നുള്ളത് മൻസൂർ ഭായ്, ഒരു മിനിറ്റ്. ഞാൻ ഈ ഹദീസ് അടിസ്ഥാനമാക്കി കണ്ടു എന്ന് മാത്രമാണോ, അതോ ഇരുമ്പൊലക്കാണോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ മറ്റു പലതും പറഞ്ഞു വരുന്നുണ്ട്. എന്നിട്ട് ചോദിച്ചപ്പോ നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടാണ് നോമ്പെടുത്തതെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടാണോ നോമ്പ് അനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ആണ് പറഞ്ഞു. എവിടുന്നാണ് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു അത് വിശ്വാസയോഗ്യമായ ആളുകള് കണ്ടിട്ട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അറിഞ്ഞു എന്നായില്ലേ ഉസ്താദേ? എങ്ങനെ അറിയാം? നമ്മൾ കണ്ടിട്ട് നിങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞോളൂ, എന്നിട്ട് പിന്നെ ഞാൻ പറയാം. അപ്പൊ ഒരു കാപ്പാട് വെച്ചിട്ട് കണ്ടിട്ട് ഓല് നേതൃത്വങ്ങളെടുത്ത് വന്ന് സാക്ഷി മുഖേന അറിയിച്ചു. അവരറിയിച്ചതിന് ശേഷം അവർ പ്രഖ്യാപിച്ചതല്ലേ നിങ്ങൾ അറിഞ്ഞിരിക്കണം? നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതെ അതെ അതെ, പറയൂ. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം അറിഞ്ഞിട്ടാണ് നോമ്പെടുത്തിട്ടുള്ളത്, കണ്ടിട്ടല്ല. കാണുക എന്ന് പറയാം. ഞാൻ പറയട്ടെ, ആദ്യം നിങ്ങൾ മന്തിക്കതൊക്കെ ഓരിയതല്ലേ? ഞാൻ ഓരിയിട്ടില്ലാന്നാ പറഞ്ഞത്.
നിങ്ങൾ ഓടിയിട്ടില്ല. കഅബയുണ്ട്, നിങ്ങൾ ആദ്യം തന്നെ ജനിച്ചപ്പോൾ തന്നെ കഅബയുണ്ട്, നിങ്ങൾ കണ്ടിട്ടാണ് വിശ്വസിച്ചത്. അതല്ല നിർത്തിയും ഇവിടെ നിങ്ങൾ ഇത്രയും കാലം കണ്ടിട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ ഈ ഹദീസിന്റെ കാര്യം ചോദിക്കുന്നത്, ഹദീസിൽ കണ്ടു എന്ന് മാത്രമാണോ? അതെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും കാലം നോമ്പനുഷ്ഠിച്ചതൊക്കെ കണ്ടിട്ടാണോ? കണ്ടിട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾ കണ്ടു എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പ്രദേശത്താണ് നിങ്ങൾ കണ്ടിരുന്നത്? നേരിട്ട് നമ്മൾ നേരിട്ട് കാണാനാണ് കണ്ടവർ ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഹദീസ് തീരുമാനാക്കിയിട്ട് നിങ്ങൾ എന്തുവാണെന്ന് പറഞ്ഞോളൂ. കണ്ടു എന്ന് മാത്രമാണോ അതോ അറിഞ്ഞു എന്നുണ്ടോ? ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് അറിയണ്ടേ, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്നാൽ ഞാൻ പറയുന്നു, ആ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഉസ്താദെ, നിങ്ങൾ ഹുസൈൻ ഉസ്താദെ, നിങ്ങൾ ഹുസൈൻ എന്ന് പറയാൻ പാടില്ല, മുസ്താദ് എന്നല്ലേ പറഞ്ഞിരിക്കണേ? അതെ മുസ്തഫ ഉസ്താദെ. അപ്പോ ആയിക്കോട്ടെ, അത് കേട്ടായിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചത് ഞാൻ എന്തടിസ്ഥാനത്തിലാണ് എടുത്തത് എന്നുള്ളതാണ്. അത് ഞാൻ പറയണമെങ്കിൽ ഈ ഹദീസ് നമ്മൾ വിശദീകരിക്കപ്പെടണം. അപ്പൊ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടു എന്നുള്ളതാണ് ഹദീസിലുള്ളത്. അങ്ങനെയെങ്കിൽ ലോക മുസ്ലിങ്ങളിൽ എത്ര ആള് കണ്ടിട്ടാണ് ഇത് എടുക്കുന്നത്? നിങ്ങൾ കണ്ടിട്ട് അടുത്തീന്ന് കഴിഞ്ഞിട്ടില്ലേ? നമുക്ക് ഈ ഹദീസ് തീരുമാനാക്കണേ. അപ്പൊ നിങ്ങൾ കണ്ടവർ പറഞ്ഞറിഞ്ഞിട്ടല്ലേ നിങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നത്? അതെ, നിങ്ങൾ അതേ ഇതിൽക്കാണോ നിൽക്കട്ടെ, പറയട്ടെ. നിങ്ങൾ അതേപോലെ മാത്രം വണ്ണവേ അല്ലല്ലോ ഇത് കണ്ടിട്ടാണോ നോമ്പ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വയറുപറയാൻ വിളിക്കുക, അതിന്റെ എന്റെ വിഷയം അറിയാൻ വിളിക്കുക. അല്ല, എന്റെ അതെന്നെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുക, ഞാൻ ഇങ്ങനെ ഉണ്ടാതിരിക്കാം. ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, നോമ്പനുഷ്ഠിച്ചത് മിനിഞ്ഞാണ് നിങ്ങൾ ഏതടിസ്ഥാന നോമ്പനുഷ്ഠിച്ചത്? അതല്ല നമുക്ക് തിരിയേണ്ടത് കിട്ടുന്നത്. അതന്നെയല്ലേ ഈ പറയണത്? പറയൂ. അതാണ് പറയുന്നത്. അപ്പോ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കണ്ടു എന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? അല്ല ബീബി, ഞാൻ ചോദിക്കണേ, കണ്ടു നിങ്ങൾ അറിഞ്ഞു എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞു? അറിഞ്ഞു നിങ്ങൾ ഇവിടുന്ന് അറിഞ്ഞത് വൈബ്രന്റ് ആയിട്ടാണ് ഇത് കൊളാവുന്നത്. ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആദ്യം കാണണ്ടേ? ആയിക്കോട്ടെ, ആദ്യം കാണണ്ടേ, എന്നിട്ടല്ലേ പിന്നെ അറിയാം. ശരി, കണ്ടത് പറഞ്ഞു വരുന്നത് അതൊന്ന് പറയാൻ നിങ്ങൾ അനുവദിക്കും. നിങ്ങളെ കല്ല് പൊളിയാം. ആയിക്കോട്ടെ, പറഞ്ഞുതരാം. അപ്പോ ഒരാള് കാപ്പാട് കടപ്പുറത്ത് വെച്ചിട്ട് ഇത് കണ്ടു എന്നുള്ളത് ഉലമാക്കളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് പറയുന്ന ഇടയിൽ പറയരുത്. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയലായി, നമ്മൾ കാണലാവണില്ല. അവിടെ ഉണ്ടോ? നിങ്ങൾ പറയും. ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ അത് പറ്റൂലല്ലേ? അതന്നെ ആ കാര്യം അത് നിങ്ങൾ മറുപടി ഞാൻ പറയും. പറഞ്ഞോളൂ, നിങ്ങളെ വിഷയങ്ങൾ ആദ്യം പറയൂ, പിന്നെ അടുത്തത്. നിർത്തിയും. അപ്പൊ അങ്ങനെ കാപ്പാട് കടപ്പുറത്ത് ഒരാള് കണ്ടു, അത് സാക്ഷി കൊടുക്കാൻ വന്നിട്ട് ഇവിടെയുള്ള ഇത് പ്രഖ്യാപന തൊഴിലാളികളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഓല് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ മണ്ണാർക്കാട്ട് കണ്ടു പറഞ്ഞു വരുമ്പോ അത് സ്വീകരിക്കാൻ പറ്റൂല. അതിന് സാക്ഷികളും കാര്യങ്ങളും ഒന്നുകിലോ ENT ഡോക്ടറെ കാണാൻ ചെവി ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മാത്രം കേൾക്കുക. ഞാൻ പറയാൻ പറ്റൂല, അതല്ലല്ലോ. വിളിച്ച അങ്ങനെയൊക്കെയാണ്. ഞാൻ വിളിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അവിടെ നിങ്ങളെ കള്ളക്കളി പൊളിയും. ഒരു കള്ളക്കളി ഇതൊക്കെ കണ്ടിട്ടും ഇരുന്നിട്ടൊക്കെ തന്നെ വന്നത്. നിങ്ങൾ മിഞ്ഞാന്ന് നോമ്പ് അനുഷ്ഠിച്ചു ഹിലാലിനെ കാണണ്ടേ? കാണാതെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ എന്ത് ദലീലാണ് എനിക്ക് കിട്ടേണ്ടത്? എന്ത് ദലീല? അതിന് പറഞ്ഞാൽ മതി. അത് നിങ്ങൾ അവിടെ പോയി അറിഞ്ഞു കണ്ടു അതല്ലല്ലോ വിഷയം. നിർത്തി ഉസ്താദെ, ഇവിടെ കണ്ടു അറിഞ്ഞു എന്നുള്ള വിഷയം തീരുമാനമാണ്. എന്നാലേ ഇതിന് തീരുമാനം കിട്ടുള്ളൂ. ആദ്യം കാണണം, കണ്ടിട്ടാണ് പിന്നെ അറിയൽ. ആദ്യം കാണണം. പിന്നെ നിങ്ങൾ എവിടെ കണ്ടത്?
ഞാൻ എന്റെ വാദം ഞാൻ തുടക്കം ഇപ്പോൾ ഞാൻ തന്നെ പറയുന്നത് ആദ്യം കാണണം, എന്നിട്ടാണ് പിന്നെ അറിയല്. നിങ്ങൾ മിഞ്ഞാന് നോമ്പനുഷ്ഠിക്കുന്ന ദലീൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ്? പറഞ്ഞില്ലേ പിന്നെ സ്ഥലം പറയൂ. ഇത് തീരുമാനമാവണം. എന്ത് തീരുമാനം? ഇത് നിങ്ങൾക്ക് സ്ഥലം പറയാനപ്പോ നിങ്ങൾക്ക് ഇത്ര സാധു ജനങ്ങളെ നിങ്ങൾ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ വിശദീകരിക്കുക എന്നുള്ളത്. ഇനി ഇതിന്റെ ബാക്കിൽ ഞാനത് വിശദീകരിച്ച് വിട്ടോളാം കേട്ടോ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ ഒരാൾ വിളിച്ചു, അതിന് നമ്മൾ മറുപടി പറയാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അദ്ദേഹം എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച നോമ്പെടുത്തത് എന്തടിസ്ഥാനമാക്കിയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് മറുപടി പറയണമെങ്കിൽ നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ഉടനീളം കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ ഹദീസ് അടിസ്ഥാനമാക്കിയാണ് നോമ്പ് അനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ പെരുന്നാൾ ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അത് കാണുക എന്നുള്ളതാണ് ഹദീസിലുള്ളത്. എന്നാൽ കാണുക എന്നുള്ള ആ ഒരു കാര്യം അത് നമുക്ക് മുഴുവൻ ആളുകൾക്കും കാണാൻ കഴിയില്ല. ഒരു പ്രദേശത്ത് ഹിലാൽ കാണുകയും ആ ഹിലാൽ കണ്ടു എന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അറിയുക എന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്. അത് ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ തെളിവ് ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ നദ്വി ആ ഒരു വിഷയം ഒരു ഹദീസ് അടിസ്ഥാനമാക്കി ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് റമദാൻ 1 എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു. ശനിയാഴ്ച അതടിസ്ഥാനമാക്കി ലോകത്ത് ഭൂരിപക്ഷം ആളുകൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് നദ്വി അത് പറയുന്നുണ്ട്. കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിലും അതുപോലെ ഇബ്നു മാജ തന്റെ സുനനിലും ഇമാം അഹ്മദും നസായിയും അതിനു പുറമെ മറ്റു ഒരുപാട് പണ്ഡിതന്മാരും മുസന്നഫ് ഇബ്നു അബി ശൈബ, വഹാബി, ദാറഖുത്നി, ബൈഹഖി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇബ്നു മാജയിലെ 1653 നമ്പർ ഹദീസാണ് ഞാനിവിടെ വായിക്കുന്നത്. മറ്റു ചിലതിൽ പദങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. അൻസാരികളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഓഹുമിയ അലൈന ഹിലാൽ ശവ്വാൽ, ഞങ്ങൾക്ക് ശവ്വാൽ പിറവി മേഘം മൂടപ്പെട്ടു. ഫാസ്ബഹന സിയാമൻ, അങ്ങനെ ഞങ്ങൾ നോമ്പുകാരായി നേരം വെളുത്തു. അതായത് 29 മാസം കണ്ടില്ല, അപ്പോ 30-ാം ദിവസം റമദാനാണ് എന്ന് നിലക്ക് നോമ്പ് തുടർന്നു. ഫജാഅ റക്ബുൻ മിൻ ആഖിരി നഹാർ, അങ്ങനെ 30-ാമത്തെ നോമ്പിന്റെ അന്ന് പകൽ ദിവസത്തിന്റെ അവസാന സമയത്ത് ഒരു യാത്രാ സംഘം വന്നു. ഫശഹിദു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ അവർ സാക്ഷ്യപ്പെടുത്തി അന്നഹും റഔ അൽ ഹിലാല ബിൽ അംസ്, ഇന്നലെ അവർ പിറവി കണ്ടിട്ടുണ്ട് എന്ന്. ഫഅമറഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഫ്തിറു, നോമ്പ് നോറ്റ് വൈകുന്നേരം ആയപ്പോഴാണ് ഇവരെ കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നോമ്പ് മുറിക്കാൻ വേണ്ടി കൽപ്പിച്ചു. കാരണം എന്താ? ശവ്വാൽ 1 ഇവര് മാസം കണ്ടിട്ടില്ല. ഈ യാത്രാ സംഘം പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട്. അപ്പൊ നബി നോമ്പ് മുറിക്കാൻ ആവശ്യപ്പെട്ടു വൈകുന്നേരത്ത്. വഅൻ യഖ്റുജു ഇലാ ഈദിഹിം മിനൽ ഗദ്സ്, എന്നാൽ അന്ന് പെരുന്നാളില്ല, പിറ്റേ ദിവസം അതായത് ശവ്വാൽ 2 പെരുന്നാളിന് വേണ്ടി പുറപ്പെടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് നിർദ്ദേശിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ എന്താണ് ഇത് മനസ്സിലാക്കി തരുന്നത്? ഇവിടെ റക്ബുൻ, ഒരു യാത്രാ സംഘം വന്നു. അവർ പിറ്റേ ദിവസം ശവ്വാൽ 1 വൈകുന്നേര സമയത്താണ് നബിയുടെ അടുക്കൽ എത്തുന്നത്. അപ്പോൾ എത്ര ദൂരം അവർ യാത്ര ചെയ്തിട്ടുണ്ടാകും? ഈ ആളുകളോട് നിങ്ങൾ ഏത് നാട്ടുകാരാണ്, നിങ്ങൾ എത്ര ദൂരം അപ്പുറത്താണ്, ഖസ്റാക്കുന്ന പരിധിക്ക് ഉള്ളിലാണോ പുറത്താണോ, ഇതൊക്കെ ആ പരിഗണനക്ക് ചില പണ്ഡിതന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഖസ്റാക്കുന്ന പരിധിയൊക്കെ ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ മത്തലൈന്റെ ഉള്ളിൽപ്പെട്ടവരാണോ പുറത്തുള്ളവരാണോ, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശദീകരണം ചോദിച്ചില്ല. മാസം കണ്ടു എന്ന് പറഞ്ഞത് നബി അംഗീകരിക്കുകയും പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും അന്ന് നോമ്പ് മുറിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു എന്നതാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര് കണ്ടാലും നമുക്ക് അത് സ്വീകരിക്കാം എന്നതാണ്.